ട്വിസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോഴിക്കോട് കോൺഗ്രസിൽ വീണ്ടും ട്വിസ്റ്റാണ്. കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. രാജിവെച്ചത് നടക്കാവ് കൗൺസിലർ അൽഫോൺസ. ആം ആദ്മി സ്ഥാനാർത്ഥിയായി മാവൂർ റോഡിൽ നിന്ന് മത്സരിക്കാനാണ് തീരുമാനം. ഡെപ്യൂട്ടി സെക്രട്ടറി പങ്കെടുക്കുന്ന പൊതുപരിപാടിയിലെത്തി രാജിക്കത്ത് നൽകിയിരിക്കുന്നു. ആ രാജിക്കത്ത് നൽകാനുള്ള വരവാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുപരിപാടിയിൽ എത്തിയിട്ടാണ് രാജിക്കത്ത് നൽകുന്നത് എന്നൊരു കൗതുകമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനത്തെ ഒരുപാട് കൗതുക കാഴ്ചകൾ കാണാനാകുമെന്നുള്ളതാണ്. എന്നിട്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്നു എന്നാണ്. മേയർ ആ കത്ത് വായിച്ച് ചിരിക്കുന്നു. സിനോജ്, വളരെ നാടകീയമാണല്ലോ ഈ കാഴ്ചകളൊക്കെ. രാജിക്കത്ത് പൊതുപരിപാടിയിൽ കൊണ്ട് കൊടുക്കോടെ തോട്ടത്തിൽ രവീന്ദ്രൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരവത്തിൽ. അതിനിടയ്ക്ക് വന്ന് കത്ത് മേയർക്ക് കൊടുക്കുന്നു. പുറകിൽ പോയി തന്നെ രാജിക്കാര്യം അറിയിക്കുന്നു. സ്ഥാനാർത്ഥിയാകാനും തീരുമാനിച്ചു. ആം ആദ്മി സ്ഥാനാർത്ഥിയായി മാവൂർ റോഡിൽ നിന്ന് മത്സരിക്കുന്നു. ഈ വിമതരൊക്കെ ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്? അൽഫോൺസ് എന്തിന് രാജിവെച്ചു? സ്മൃതി, വളരെ നാടകീയമായ രംഗങ്ങളാണ് നടന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വെറും 10 മിനിറ്റ് ബാക്കി നിൽക്കെ കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ കൗൺസിലർ അൽഫോൺസ ടീച്ചർ രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. ടീച്ചർ എനിക്കൊപ്പമുണ്ട്, പാർട്ടിയുടെ പ്രവർത്തകരുമുണ്ട്. ഈ രാജിക്കത്ത് നൽകാൻ വേണ്ടി കോർപ്പറേഷൻ ഓഫീസിൽ എത്തിയ സമയത്ത് സെക്രട്ടറി അവധിയായിരുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറി ആയിക്കോട്ടെ, പഴയ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് ഒരു ഉദ്ഘാടന പരിപാടി വേഗത്തിൽ നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആ സ്റ്റേജിൽ കയറിയാണ് മേയർക്കും ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് ഇപ്പോൾ അൽഫോൺസ ടീച്ചർ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരുണ്ട്. ടീച്ചറെ, എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിലൊരു രാജി? 45 വർഷമായിട്ട് ഭരിക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ 2 മുന്നണികൾ കൂടി കട്ടുമുടിക്കുകയാണ്. ജനങ്ങൾക്ക് ഇതിന് ബോധം വന്നിട്ടുണ്ട്. അതിന്റെ ഈ സിസ്റ്റത്തിനോടുള്ള വിയോജിപ്പാണ് എന്നെ രാജിയിലേക്ക് നയിച്ചത്. അല്ലാതെ സീറ്റ് കിട്ടാത്ത പ്രശ്നമല്ല. നോ ബാക്കി ഞാൻ പ്രസ് മീറ്റിൽ പറയാം. തീർച്ചയായിട്ടും. അതായത് ടീച്ചർ നിലവിലുള്ളത് നടക്കാവ് സീറ്റിലാണ്. നടക്കാവ് സീറ്റിൽ 50% പുതിയ വാർഡായ മാവൂർ റോഡിലേക്ക് പോയിരിക്കുകയാണ്. അതും വനിതാ സംവരണമാണല്ലോ മാവൂർ റോഡ്. വനിതാ സംവരണം തന്നെയാണ് മാവൂർ റോഡ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ വരുമോ? ഈ ട്വിസ്റ്റ് ഇവിടെ മാത്രമല്ല, തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ ഈ ട്വിസ്റ്റ് സംഭവിക്കും. അവിടെ ഒന്നും സീറ്റ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. മാഡത്തിന് സീറ്റ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ചാനലുകാർക്ക് അറിയാം. മാത്രമല്ല, മാഡം മാത്രമല്ല, ഈ കോർപ്പറേഷൻ്റെ അവിടെ നിന്നും ഒന്നിലധികം പേര് ഉടൻ തന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് വരും. ആ സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല, മാഡം പറഞ്ഞതുപോലെ നെക്സസ് ആണ്. ഞാനത് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്കൊക്കെ പത്രക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടെ LDF UDF തമ്മിലുള്ള പങ്കുവച്ചവടം മാത്രമല്ല, 50% സംവരണം സ്ത്രീകൾക്കാണ്. ഇവരെയൊക്കെ ഡെമ്മികളാക്കി വെച്ച് ഭരിക്കുന്ന അല്ലേ ഡെമ്മികളാണ് ഇവരെയൊക്കെ. അതിന് ടീച്ചർ 5 വർഷമായിട്ട് ടീച്ചർക്ക് മനസ്സിലായി ഡെമ്മിയാണെന്ന് മനസ്സിലായി. പക്ഷെ ജനങ്ങളോടൊരു പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ടാണ് അവസാന നിമിഷം 10 മിനിറ്റ്, 5 മിനിറ്റും കൂടെ ഉള്ളൂ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ. 10 മണി മുതൽ കാത്തിരിക്കായിരുന്നു. AS അവിടെ കസേരയിലില്ല, സെക്രട്ടറി ഇല്ല, മേയർ ഇല്ല. AS ഉള്ള സ്ഥലത്തേക്ക് വരേണ്ടി വന്നു. സ്റ്റേജിൽ കയറിയപ്പോഴേ മേയർ ബീന ടീച്ചറെ ഈ കത്ത് കണ്ട് ഞെട്ട് ചിരിച്ചു പോകുന്നത് കണ്ടു. ടീച്ചർ ഒന്ന് ചോദിച്ചോ? അല്ല, മേയർ എന്നോട് പറഞ്ഞ് സെക്രട്ടറി കൂടി ഒരു കത്ത് കൊടുക്കാൻ വന്നു. അത്രയും മേയർ ഉണ്ടല്ലോ. മേയർക്ക് ഇതിന് ശരിയായ അവസ്ഥ നന്നായിട്ട് അറിയാം. ഈ ആളുകൾ വരുമോ? അതായത് ഈ ഒരു ടീച്ചർ അടക്കമുള്ളവർ ഇന്നലെ വന്നതല്ല നമ്മളെ പാർട്ടിയിലേക്ക്. കാരണം കഴിഞ്ഞ ഒരു 10 മാസത്തോളമായിട്ട് ഇവർ നമ്മളെ കുറിച്ച് പഠിച്ച് ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഒപ്പം തന്നെ ഇവിടുന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇവർ എല്ലാ കൗൺസിലർമാരും കൂടെ ഇന്ത്യയിലെ വിസിറ്റ് ചെയ്യാൻ പോയ ഏക കോർപ്പറേഷൻ എന്നത് ഡൽഹി കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനിൽ പോയി വന്നതിന് ശേഷം കൃത്യമായിട്ട് അവർ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അതിൻ്റെ ഒരു മാതൃകയായിട്ട് ഇവിടെ കിടന്നുള്ളത്. കോഴിക്കോട് IIM സ്റ്റുഡൻ്റ് ആണ് ഞങ്ങളുടെ പ്രഭാരി ഷെല്ലി ഒബ്രോയി, ഡൽഹി മുനിസിപ്പൽ ചെയർപേഴ്സൺ. അപ്പം ഷെല്ലി ഒബ്രോയി ഇവിടെ പ്രഭാരിയായിട്ടിരിക്കുമ്പം കോഴിക്കോട് നിന്ന് ആം ആദ്മിയുടെ വിപ്ലവം തുടങ്ങുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ വരും എന്ന് പറഞ്ഞു. കൗൺസിലർമാർ LDF ആണ് UDF ആണ് വരുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസം കൊണ്ട് പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി ആം ആദ്മിയിൽ സ്വീകരിക്കുന്നു. ഇത് ഓപ്പറേഷൻ ഇത് ഓപ്പറേഷൻ ചൂലാണ്. അത് നടക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ചൂൽ വഴി അൽഫോൺസ ടീച്ചറെ പാർട്ടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കോർപ്പറേഷൻ ചൂല് ദേശീയ തലത്തിൽ തന്നെ തകർന്ന് തരിപ്പണമാകുമ്പോഴാണ് ഇവിടെ ഒരു പ്രതീക്ഷയായി ആം ആദ്മി പാർട്ടിയിലേക്ക് കോൺഗ്രസ് എന്നുള്ള കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നത്. 10 വർഷമായി പഠിക്കുകയാണെന്നാണ് പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ ആപ്പിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണല്ലോ. സിനോജ്, എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം?
അതായത് യഥാർത്ഥമുള്ള പ്രശ്നം നമ്മൾ കുറച്ച് മുൻപ് VS രഞ്ജിത്തും AK അഭിലാഷും DCസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടതാണല്ലോ. സീറ്റ് തന്നെയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ചാലപ്പുറത്ത് CMPക്ക് കൊടുത്തുകൊണ്ട് അവിടെ ആളുകൾ രാജിവെക്കാൻ പോകുന്നു. ഇപ്പോഴിതാ അൽഫോൺസ് ടീച്ചർ നടക്കാവിലെ കൗൺസിലറായിരുന്നു. ഈ വാർഡ് വിഭജനം വന്നപ്പോൾ ഈ നടക്കാവിലെ 50% പുതിയ വാർഡായ മാവ് റോഡിലേക്ക് പോയി. പക്ഷേ അവിടെ സീറ്റ് പ്രതീക്ഷകളും മങ്ങിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ബദൽ ചർച്ചകൾ നടക്കുകയും ടീച്ചർ ഇപ്പോൾ ആദ്മി പാർട്ടിയുടെ ഈ പാനലിലേക്ക് വരികയും എത്രയെടുത്ത് മത്സരിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. സിനോജ് വരാം. ഏതായാലും പൊതുപരിപാടിയിൽ എത്തിയിട്ടാണ് മേയർക്ക് കൗൺസിലർ രാജിക്കത്ത് കൊടുത്തിരിക്കുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്.